സാന്തനത്തിൻ്റെ പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും മിത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാര്യം എന്തായാലും നടന്നില്ല. കാരണം അതിന് മുന്നേ തന്നെ ഗോമതിക്ക് പറയാനൊരു അവസരം കൊടുക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മുടെ ദേവി ബാലനോട് എല്ലാം കത്തിക്കും. മിത്ര ട്യൂഷൻ എടുക്കാൻ പോയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, പക്ഷേ പോയി തുടങ്ങി എന്ന് വരെ നമ്മുടെ ദേവി ബാലനോട് പറയും. അപ്പോൾ ബാലന് വല്ലാത്ത ദേഷ്യമാവും. കാരണം ജോലി എടുക്കുന്നത് തന്നോട് പറഞ്ഞില്ല, അതും ഗോമതി പറഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ബാലനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. മീനാക്ഷി ഇതിൻ്റെ എല്ലാത്തിനും ആണിക്കല്ലെന്നുള്ള കാര്യവും നമ്മുടെ ബാലനെ അറിയിക്കും ദേവി. അതോടുകൂടി ബാലന് മീനാക്ഷിയോട് വെറുപ്പാവുന്നുണ്ട്. അതുമാത്രമല്ല, എന്നാലും അമ്മ അച്ഛനോട് ഇതൊരു പറഞ്ഞില്ലല്ലോ, അമ്മയ്ക്ക് മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ, അച്ഛനോട് എന്തുണ്ടെങ്കിലും തുറന്ന് പറയണ്ടല്ലേ, അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതോടുകൂടി ബാലൻ ആകെ നിയന്ത്രണം വിട്ട പോലെയാവും. പിന്നീട് ബാലൻ വീട്ടിൽ ചെല്ലുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, അതായത് നമ്മുടെ ദേവി പറഞ്ഞതെന്നൊന്നും പറയില്ല. ദേവി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദേവിനെ കുറ്റപ്പെടുത്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതൊന്നും പറയില്ല. പക്ഷേ ഗോമതി ട്യൂഷൻ്റെ വിഷയം എടുത്തിടും. പിന്നെ നമ്മുടെ ബാലന് ചോദിക്കാമല്ലോ. അങ്ങനെ ബാലൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്നങ്ങോട്ട് ചോദിക്കും. മിത്ര ജോലിക്ക് പോയി തുടങ്ങിയാലേ ഞാൻ പറഞ്ഞിട്ട് ഒരു വിലയില്ല, എൻ്റെ വാക്കിന് പുല്ല് വില കൽപ്പിക്കുന്ന ഇവിടെ ഉള്ളവർ. അതെങ്ങനെ അവളുടെ ഭർത്താവ് ഞാൻ പറയുന്നത് അനുസരിക്കാറില്ലല്ലോ, അപ്പോൾ പിന്നെ അവളും അനുസരിക്കില്ലല്ലോ. ഭർത്താവ് പറയുന്നത് ചെയ്യുന്നതല്ലേ ഭാര്യ കണ്ടു പഠിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രനെയും ഒരുപാട് അപമാനിക്കും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ആണിക്കല്ല് നീയാണ്, നീ കാരണമാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണേ, ഇവരൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ സ്ക്രൂ വിടുന്നത് നീയാണെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയോട് പൊട്ടിത്തെറിക്കും ബാലൻ. മീനാക്ഷിക്ക് അത് വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. കാരണം ദേവമംഗലത്ത് തല്ലുണ്ടാക്കണത് മീനാക്ഷി ഇന്ന് വരെ നമ്മുടെ ബാലൻ മുഖത്ത് നോക്കി പറയും. അപ്പം നമ്മുടെ ആനന്ദ് അങ്ങനെയൊക്കെ പറയും, നിർത്തുക അച്ഛാ, വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട, മീനാക്ഷി തെറ്റുകാരിയൊന്നുമല്ല, അമ്മനോട് പറയാനിരിക്കുകയായിരുന്നു, അതിന് മുന്നേ അച്ഛനോട് ധാര പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ആനന്ദും പറയും. ആനന്ദിനും കാര്യം മനസ്സിലാവും, ദേവിന് ഇതെല്ലാം പറയത് വേറെ ആരും ബാലനോട് പറയില്ല എന്നുള്ള കാര്യത്തിൽ ആനന്ദിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ദേവി എനിക്ക് വല്ലാണ്ട് പേടിച്ച് വിറച്ച് നിൽക്കണ്, പറഞ്ഞും പോയി, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അതോടുകൂടി തന്നെ ആനന്ദിനും മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒരു തരി വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. കാരണം അങ്ങനെ എഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും മറ്റുള്ളവരോട് നടന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ തല്ലുണ്ടാക്കില്ലല്ലോ. മീനാക്ഷിയും മിത്രയും നല്ല സ്വഭാവമാണെന്നുള്ള കാര്യം ആനന്ദിനറിയാം. അതുപോലെ തന്നെ ആര്യനോ ആകാശോ ഒന്നും അച്ഛനോട് പറയില്ല. അമ്മയും ഒളിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കും, അനുമോളും അങ്ങനെ തന്നെ. അപ്പം പിന്നെ ദേവി അല്ലാതെ വേറെ ആരും ഇത് പറയില്ല എന്നുള്ള കാര്യം ആനന്ദിനറിയാം. ആനന്ദ് ദേവിനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആനന്ദ് പറയുന്നേക്കാൾ ഇരട്ടി മീനാക്ഷി കൊടുക്കുന്നുണ്ട് ദേവിക്ക്. കാരണം തല്ലുണ്ടാക്കാൻ നിൽക്കുന്നത് മീനാക്ഷിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദേവി എന്നുള്ള കാര്യം. ആനന്ദിനോട് സോറിയും തെറ്റും മാപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മീനാക്ഷിയും ഗോമതിയും മിത്രയൊക്കെ ഉണ്ടാവും. മീനാക്ഷിക്ക് ദേവിനെ കാണുന്നതോടുകൂടി കലി കൂടണ. അങ്ങനെ മീനാക്ഷി ദേവിയോട് പറയുന്നത്, എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് നാണോ ഇല്ല മാനോ ഇല്ല, നിങ്ങളുടെ ഈ നാവ് അടക്കി ഒതുക്കി വയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ നാവ് കാരണം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവണം, എവിടെ എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് ഒരു ബോധവും ഇല്ല, നിങ്ങൾ എന്തിങ്ങനെ, നിങ്ങൾക്ക് ബോധം ഇല്ലാണ്ടാണോ അതോ നിങ്ങൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടത്തി എന്നുള്ളൊരു വാക്കൊക്കെ മറന്ന് ഒക്കെ നിങ്ങളെന്ന് തന്നെയാവും മീനാക്ഷി പറയുന്നത്. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ഏട്ടത്തിയും അല്ല, ഞാൻ നിങ്ങളുടെ അനിയത്തിയും അല്ല, നമ്മൾ രണ്ടുപേരും ഇനി ശത്രുക്കൾ തന്നെ ആയിട്ടും ഈ വീട്ടിൽ കഴിയാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി നമ്മുടെ ശ്രീദേവിയോട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ.